തുള്ളി തുള്ളി ഇത് പൊട്ടിക്കണ്ട. ഞാൻ ചാടുന്ന ഫോട്ടോ എടുത്തേ. പിന്നെ ആ ഇങ്ങനത്തെ ആയതുള്ള എല്ലായിടത്തും ഫോട്ടോ ആണേ. ലൈറ്റ് പറയുന്നതുള്ള അത് മുകളിലത്തെ റിഫ്ലക്ഷൻ ആണല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. ഓൾഡ് ദുബായും ന്യൂ ദുബായും കാണാനാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദുബായ് ഫ്രെയിമിന്റെ മുകളിൽ കയറിയിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കിന്ന് കണ്ടു നോക്കാം. നമ്മളങ്ങനെ ദുബായ് ഫ്രെയിമിൽ എത്തിയിട്ടുണ്ടേ. ഇതാണ് എൻട്രൻസ്. അപ്പം നമുക്ക് എൻട്രൻസിൻ്റെ ഈ ഇടത് സൈഡിലേക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് പോയി നോക്കാമേ. നേരെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും കുറച്ച് നല്ല വിശാലമായ സ്ഥലം കാണുന്നുണ്ട്. ഇങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ബോർഡും അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്പ്ലേ ബോർഡിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നേരെ നോക്കുമ്പോഴാണ് എൻട്രൻസ്. ഡയറക്റ്റ് അങ്ങ് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. ഇതേ നോക്കൊരു പൂച്ച ഇരിക്കുന്ന. ഇതും വരുന്നുണ്ടോ കാണാൻ? അവിടെ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. പ്രസാദേട്ടൻ പോയിട്ടുണ്ട്. ഹായ്. ഓ അവിടെ തിരക്കാൻ തോന്നുന്നു. നോക്കുന്നൊന്നുമില്ല. ഞാൻ വെറുതെ ഹായ് പറഞ്ഞത് മാത്രമായി. എവിടെ പോയി? ഞാൻ അവിടെ നിന്ന് ഹായ് പറയുന്നൊന്നും കണ്ടില്ലേ? ഞാൻ ടിക്കറ്റ് എടുക്കുന്ന തിരക്കിലാണ്. അങ്ങനെ ഉള്ളിൽ കയറി. ഈ ദുബായ് ഫ്രെയിം രാത്രിയുള്ള വ്യൂ കാണാൻ നല്ല സൂപ്പറാണ്. എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും കയറണം. പക്ഷെ ഇന്നത്തെ ഈ ഒരു വരവ് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒന്നും പ്രീ പ്ലാൻ ചെയ്തതൊന്നും അല്ല. നമ്മൾ ഇതിലെ കൂടി പോയപ്പോൾ എന്നാ ഒന്ന് കയറിയേക്കാന്ന് കരുതി വന്നതാണ്. ടിക്കറ്റ് റേറ്റ് 50 ദിർഹം കേട്ടോ. വലിയ ആൾക്കാർക്ക്, കുട്ടികൾക്ക് 20 ദിർഹം അല്ലേ. ഫ്രീ ആണ്. ടിക്കറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്നാ വാ വേഗം വാ. അകത്ത് ആ തിരക്ക് കൂടുന്നതിന് മുമ്പ് ഉള്ളിലോട്ട് കയറണ്ടേ? അങ്ങ് മുകളിൽ വരെ എത്തണ്ടല്ലേ? ദുബായ് ഫ്രെയിം ഉള്ളത് സബീൽ പാർക്കിലാണ്. തിരക്കെല്ലാം കഴിഞ്ഞാ ഞാൻ മാക്സിമം കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തോട്ടെന്നേ. വാ, ഇപ്പം സണ്ണ് സെറ്റ് ആവും. അതിന്റെ മുന്നേ ഇത് മുഴുവൻ ഓടിക്കയറണം. അറിയാം, ചുമ്മാ എന്നെ പറ്റിയൊന്നും വേണ്ട. ഞാനിത് കുറെ കണ്ടിട്ടുള്ളതാണ്. ഓക്കേ, ഒരു നമ്പർ ഇട്ട് നോക്കിയല്ലേ? അത് ചിലവാവില്ല. നമ്മുടെ ഓൾഡ് ദുബായും ന്യൂ ദുബായും ഒന്ന് കണ്ടിട്ട് വന്നാലോ? വാ. അതൊക്കെ ഒരു ബസ് സ്റ്റോപ്പ് പോലെ റാന്തലൊക്കെ തൂങ്ങി കിടക്കും. ബസ്സും ഉണ്ട് അടുത്ത്. ടാക്സി ബസ്. ഓ, ഇതാണ് എൻട്രൻസ്. കുറെ നേരെ ഇതിനെ വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എൻട്രൻസ് തപ്പിയിട്ട് പ്രദർശനം വെച്ചോലായിരുന്നല്ലേ. ദുബായ് ഫ്രെയിമിന്റെ രണ്ട് സൈഡിൽ പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. ഈ മഞ്ഞയും ഓറഞ്ചും കളറും നോക്ക്, നല്ല കോമ്പിനേഷൻ. ഒരേ ലെവലിലാണ് പൂക്കൾ മൊത്തം. ഫുള്ള് ഗോൾഡ് കളറാണല്ലേ. ഗോൾഡൻ. വെയിറ്റിംഗ് ആണോ? വെയിറ്റിംഗ് ആണ്. കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് കയറ്റുന്നുള്ളൂ അതിൻ്റെ ഉള്ളിൽ. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാനേ. Ladies is here, gents is there. Thank you. ഇവിടെ ഇങ്ങനെ അകത്തേക്ക് എൻട്രൻസിൽ കയറുമ്പോൾ ലേഡീസിന് സെപ്പറേറ്റ് ഒരു ഇതാണ് ചെക്കിനും കാര്യം. പിന്നെ ജെൻസിന് വേറെയാണ്. എങ്കിൽ അറിഞ്ഞ അവരോട് കൊണ്ട് എടുപ്പിക്കുകയായിരുന്നു. ആ, ഞങ്ങളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചല്ലേ. ഗ്രീൻ കളർ വെച്ചിട്ടാണ്. Wait, sir, because queue too much. It's okay, sir. Is it possible to see the sunset now? What time now? 5:20. Yeah, I have chance. Don't worry. Okay. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു അല്ലേ. ഹിസ്റ്ററി പറയുവാണെന്ന് തോന്നുന്നു ദുബായിയുടെ. ഇങ്ങനെ
ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഹലോ, ഇവിടെ പണ്ടത്തെ സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ടല്ലോ. Two. Please proceed to the 2 meters, please. Logo. Okay. Please proceed to the first logo, please. Yeah. നമ്മളൊരു ലിഫ്റ്റ് വഴി മുകളിലേക്ക് പോകുന്നു. കണ്ടിരുന്നോ കാണാൻ പറ്റുമോ പുറത്തോട്ട്? Господи, а как мы назад будем потом камеру включать? എത്ര ഹൈറ്റിലാ? പാർക്ക് സൂപ്പറാണ് അല്ലേ? Такая вещь, это тоже серия. ഞാൻ അവസാനം എത്തി. ഒരു പൂരത്തിലുള്ള ഇവരെന്താ നീ പറയുന്നത്? അതായത് ഉത്തമാ, നമ്മൾ നടന്നു കയറുമ്പോഴേ ഇടത് സൈഡ് കാണുന്നത് ഓൾഡ് ദുബായും റൈറ്റ് സൈഡിൽ കാണുന്നത് പുതിയ ദുബായ്. അതാണ് അവർ ഉദ്ദേശിച്ചത്. നമ്മൾ സെൻട്രലല്ലേ? താഴോട്ട് വീഴോ? അവർ പറഞ്ഞത് ഇതാണ് സ്കൈ വാക്ക്, സ്കൈ ബ്രിഡ്ജ് എന്നൊക്കെ പറയും. നമ്മൾ നടക്കുമ്പോൾ മോഷൻ ആക്ടിവേറ്റഡ് ആണല്ലേ? ഇതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ഒപ്പേക്കാവും അല്ലേ? ഇതാണ് നമ്മുടെ ന്യൂ ദുബായ് സൈഡ്, ഡൗൺ ടൗൺ ഏരിയ അല്ലേ? അത് തന്നെ നമ്മുടെ ബുർജ് ഖലീഫയും അതൊക്കെ ഉള്ള ആ ഒരു ഏരിയ. നേരെ കണ്ട അത് ശരിയാണ്, ഇതിൻ്റെ ഇടയിൽ കൂടി കാണാമല്ലേ? താഴെ പാർക്കുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാലോ? അവിടെയാണ് ഓൾഡ് ദുബായ് വരുന്നത്. ആ സൈഡിലേക്ക് ഓൾഡ് ദുബായിയുടെ എല്ലാ ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഓൾഡ് ദുബായ് സൈഡ്. ഇതില്ല ചെറിയ ചെറിയ ബിൽഡിംഗ് അല്ലേ? മറ്റേ സൈഡ് വലിയ വലിയ നമ്മുടെ ബുർജ് ഖലീഫയും ബാക്കിയുള്ള ബിൽഡിംഗ് ഒക്കെ ഉള്ള പോലെ ഇവിടെ ചെറുത് ചെറുത് കുട്ടി കുട്ടി. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്ലൈറ്റിൽ നമ്മളിങ്ങനെ നോക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഫ്ലൈറ്റിൻ്റെ വിൻഡോ പോലെ അല്ലേ? അപ്പോൾ ഇനിയൊന്ന് ഇരിക്കുക, 2 ഫോട്ടോ എടുക്കുക. ഇതിന് നല്ല അടിപൊളി സ്ഥലം. കുലുങ്ങോ ചെറിയ കുലുക്കുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നിറവ് മാറുന്നുണ്ടല്ലോ. സോവനീർ ഉണ്ടാക്കിയെടുക്കാൻ പോണേ അല്ലേ? ആ ക്യാഷ് പോയി. ഇനി എന്താ ചെയ്യണേ? ചക്രം തിരിക്കണം. തിരിച്ചോ തിരിച്ചോ തിരിച്ചോ. പോട്ടെ 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 പോട്ടെ. കഷ്ടപ്പെടണം കഷ്ടപ്പെടണം. ഈ സൈഡോ അങ്ങനെ ഉണ്ടാവില്ലേ? ആ കോയിനെ റൗണ്ട് കോയിനെ ഇങ്ങനെ ആക്കി എടുത്തു. അങ്ങനെ സംഭവിച്ചല്ലേ? നീട്ടി പരത്തിയിട്ട് ചപ്പിച്ച് അതിൻ്റെ മുകളിൽ ഫ്രെയിമിൻ്റെ ഇതുമാക്കി എടുത്തു. കൊള്ളാം. എങ്ങനെയുണ്ട്? നല്ല കുറച്ച് പണിയെടുക്കേണ്ടി വന്നല്ലേ? This video is all about what Dubai will look like in 50 years from now. So this is the vision of Dubai in the near future.
ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിൻ്റെ ഫ്ലാഷ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് എടുത്തതാണിത്. ഈ ഒരു കൺസെപ്റ്റ് ദുബായിയുടെ ഫ്യൂച്ചറിനെ എൻവിഷൻ ചെയ്തത് അല്ലേ. സോളാർ പാർക്ക്. ഇതിൻ്റെ വലിയൊരു ഇതാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്മളെ പുതിയ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. അതൊരു കാണേണ്ട സംഭവമായിരിക്കും അല്ലേ. മെട്രോ ഒക്കെ പോയി ഹൈപ്പർ ലൂപ്പിലേക്ക് പോകുമല്ലേ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് താഴോട്ട് പോകുന്ന പോലെ ഇല്ലേ അല്ലേ. കാണുമ്പോൾ നമ്മൾ താഴോട്ട് പോകുന്ന പോലെ. ആ മറ്റേ ടാക്സി, എയർ ടാക്സി. ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്ന പോലെ ഇല്ല അല്ലേ. ഇവിടെ എങ്ങനെ ദുബായ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്തെന്നില്ല അതിൻ്റെ ഒരു ഹിസ്റ്ററി കൂടെ കൊടുത്തിട്ടുണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ അവിടുന്ന് മുകളിലെടുത്ത ഫോട്ടോ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാം, ഡൗൺലോഡും ചെയ്യാം അല്ലേ. പ്രിൻ്റ് എടുക്കാനാണോ? ഇത് തപ്പിയെടുക്കാൻ പറ്റുമോ? ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ ഷേപ്പ് ഓഫ് എ പിക്ചർ ഫ്രെയിം. ഡയറീസും സോവനീസും ഒക്കെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഈ ദുബായ് ഫ്രെയിമിന് 95 ഫോട്ടോ ഫ്രെയിം. കപ്പിനെത്ര? ആ കീ ചെയിൻ ഉണ്ട്. ദുബായ് ഫ്രെയിമിൻ്റെ കീ ചെയിൻ നോക്കി. വെയിറ്റ് ഉണ്ടോ? അപ്പോൾ ഏതാ എടുക്കുന്നത്? കൊള്ളാമല്ലേ കാണാൻ. ഫുൾ ഫ്രെയിമുണ്ട് ഇതിൽ. പല ടൈപ്പ് സാധനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഏത് വേണമെന്നുള്ള കൺഫ്യൂഷൻ. ഫ്രെയിമിൽ വന്നുകൊണ്ട് ഫ്രെയിമിൻ്റെ ഫോട്ടോ എടുക്കാം. ഓക്കെ. എന്താ ഇരിപ്പായ? അങ്ങനെ ദുബായ് ഫ്രെയിം കണ്ടു. കുറെ നാളത്തെ ആഗ്രഹമാണ്. ഇതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തൊന്ന് എപ്പോ കയറുവോ എന്നിങ്ങനെ വിചാരിച്ചു. കാണണം വിചാരിച്ചിരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വന്ന് കണ്ട് ഇവിടുത്തെ ഫ്യൂച്ചറൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ദുബായിയുടെ ഫ്യൂച്ചർ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ട് ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങുന്നതിൻ്റെ മുന്നേ അല്ലേ, അല്ല താഴോട്ട് ഇറങ്ങിയിട്ട് താഴെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട് ഒരു ഫ്യൂച്ചർ കാണാനുള്ള. ആ ഏരിയയിൽ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണണം കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് അത് നല്ലൊരു ദുബായിയുടെ ഫ്യൂച്ചർ കാണിക്കുന്നതാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടാവും. ഫ്രണ്ടിൽ നിൽക്കണം പക്ഷേ. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട് അതൊക്കെ കണ്ട് ഇപ്പോൾ പുറത്തിറങ്ങി നടന്ന് തളർന്ന് നടുവൊക്കെ വേനിക്കുന്നു. അപ്പം ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണേ. ഇവിടെ എടുത്ത ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങളെടുത്ത ഫോട്ടോസും ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളുടെ ഒക്കെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.